സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ ഇത് വലിയൊരു കാര്യമാണ്. അപ്പം എല്ലാവർക്കും അതിന്റെ എന്താ പറയാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പം ഒട്ടും വൈകാണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എന്താണ് ശരിക്കും അജണ്ട എന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കാണാൻ പറ്റുണ്ടാവുമല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് പറയോ കാണാൻ പറ്റുണ്ടോന്ന്? കാണുന്നുണ്ട് മാതാജി, കാണുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ പുരുഷോത്തമം കൃഷ്ണ. സമൂഹത്തിൽ. താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പോ പുരുഷോത്തമ മാസത്തിന്റെ മഹത്വം എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ശരിക്കും മലയാളികളായിട്ടുള്ള നമുക്ക് ശരിക്കും എന്താണ് പുരുഷോത്തമ മാസം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാസത്തിനെ കുറിച്ച് നമ്മൾ മുന്നേ കേട്ടിട്ടേ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് റോമൻ കലണ്ടർ ആണല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ ഈ ഇത്തരം ഒരു മാസത്തിനെ കുറിച്ചൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മള് ഫോളോ ചെയ്യേണ്ടത് വേദിക് കലണ്ടർ ആണ്. അപ്പൊ അത് അനുസരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു മാസം ഒക്കെ വരുന്നത്. വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള മാസമാണ്. ആചാര്യന്മാരായാലും ഗ്രന്ഥങ്ങളിലായാലും ഒരുപാട് കാര്യങ്ങൾ ഈ പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരുപാട് കഥകളുണ്ട്. അതിലേക്കൊന്നും കൂടുതലായിട്ട് നമ്മൾ ഓരോ ക്ലാസ് കഴിയും തോറും നമുക്ക് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു മഹത്വം, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. പോകെ പോകെ നമുക്ക് പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന നമ്മളെ ഭഗവത്ഗീതയിലെ ആ ഒരു ചാപ്റ്റർ കുറച്ച് കുറച്ചായിട്ട് പഠിക്കാം. ലീന മാതാജിയും ഷാജി മാതാജിയും കൂടെ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇന്നൊരു തുടക്കം എന്ന പോലെ ഞാനത് എടുക്കുകയാണ്. അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്, എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് ശ്രമിക്കാം. അപ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടിരിക്കണം എന്നും കൂടെ പറയാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മൾ അജണ്ട എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് പുരുഷോത്തമ മാസം, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ പ്രാധാന്യം, നമ്മളെ ആചാര്യന്മാരായിക്കോട്ടെ വേദങ്ങളിലൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്, പിന്നെ എന്താ പറയാ വേദങ്ങളില് എവിടെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ എന്താണ് ഈ ഒരു പുരുഷോത്തമ മാസത്തിൽ ചെയ്യേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതിന്റെ പ്രധാന പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു അരമണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. പക്ഷെങ്കിൽ വീഡിയോ ഞാൻ കാണുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് പുരുഷോത്തമ മാസം. ഇപ്പം ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ ആയിട്ട് പറയുവാണെങ്കിൽ പുരുഷോത്തമ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടർ എന്താണ്, റോമൻ കലണ്ടർ ആണ്. പക്ഷെ വേദങ്ങളുടെ പ്രകാരം എന്താണ്, ശരിക്കും രണ്ട് കലണ്ടറാണ് ഉള്ളത്. സോ സോളാർ കലണ്ടറും ഉണ്ട്, അതുപോലെ തന്നെ ലൂണാർ കലണ്ടറും ഉണ്ട്. അതായത് ചന്ദ്രന്റെ ചലനത്തിനനുസരിച്ചിട്ടുള്ള കലണ്ടറും ഉണ്ട്, സൂര്യന്റെ ചലനത്തിനനുസരിച്ചിട്ടുള്ള കലണ്ടറും ഉണ്ട്. അപ്പം ഈ രണ്ട് കലണ്ടറാണ് ശരിക്കും നമ്മളുടെ വേദപ്രകാരം ഉള്ളത്. ഓക്കെ. അപ്പൊ ഈ ചന്ദ്രന്റെ ചലനപ്രകാരവും ചലനവും അതുപോലെ തന്നെ സൂര്യന്റെ ചലനവും എന്താണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചന്ദ്രന്റെയും സൂര്യന്റെയും ചലനങ്ങളില് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു വ്യത്യാസം ചില ചെറിയ സമയങ്ങളിൽ വരുന്ന വ്യത്യാസം കൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു എന്താ പറയാ ചലന വ്യത്യാസം കൊണ്ട് ആ ഒരു കലണ്ടറിൽ ചില ദിവസങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വർഷത്തില് ഒരു ഏകദേശ കണക്കെന്ന് പറഞ്ഞാല് 11 ദിവസം, ഒരു വർഷത്തില് 11 ദിവസം കൂടുതലായിട്ട് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 3 വർഷത്തിൽ ഒരിക്കല് 33 ദിവസം എന്ന കണക്കില് ഒരു മാസം കൂടുതലായിട്ട് വരും. 3 വർഷത്തില് ഒരു മാസം കൂടുതലായിട്ട് വരും. ഈ ഒരു ചന്ദ്ര സൂര്യ കലണ്ടർ പ്രകാരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്രയും ചുരുക്കിയിട്ടാണ് പറയുന്നത്. അപ്പം ഈ ഒരു മാസത്തിനെയാണ് അധിക മാസം അല്ലെങ്കിൽ മലമാസം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാസം എന്ത് ചെയ്യില്ല,
ആൾക്കാര് നല്ല കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ലേ, കല്യാണം, വീട്ടുകൂടല്, ഗൃഹപ്രവേശം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ മാസം ആരും ചെയ്യില്ല. അപ്പം ആ ഒരു അത്രയാണ് ഈ പുരുഷോത്തമ മാസം അല്ലെങ്കിൽ അധിക മാസം എന്നതിനെ കുറിച്ച് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിന് പുരുഷോത്തമ മാസം എന്ന പേര് വന്നത്, എന്താണ് ഇതിന് ഇത്ര പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. അപ്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? 11:23 ഭഗവാൻ പറയുന്നുണ്ട്, കാലോസ്മി. കലോസ്മി എന്ന് ഭഗവാൻ തന്നെ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ കലോസ്മി എന്ന് പറയുന്നതാണ് ഭഗവാൻ സ്വയം എന്താണ്, കാലമാണ്. അപ്പൊ ഭഗവാൻ കാലമായിരിക്കെ എന്താണ്, എല്ലാ നിമിഷവും എന്താണ്, ഓസ്പീഷ്യസ് ആണ്, അല്ലെങ്കിൽ നല്ലതാണ് എല്ലാ നിമിഷവും എല്ലാ കാലവും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പുരുഷോത്തമ മാസത്തിന് ഇത്രയും പ്രാധാന്യം പറയുന്നത്? അപ്പൊ അതുപോലെ ഈ നാരദ ഭക്തിസൂത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, തദ്ദിനം ദുർദിനം മന്യേ മേഘാച്ഛനം ദദ് ന ദുർദിനം യദ്ദിനം കൃഷ്ണ സംലാപം കഥാ പീയൂഷവർജനം. അതായത് നമ്മൾ പറയില്ലേ, ഈ മൂടിക്കെട്ടിയ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്ര നല്ലതല്ല, കാരണം മഴ പെയ്യും, പിന്നെ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ദിവസത്തിന് ആൾക്കാര് പൊതുവെ ഒരു നല്ല ദിവസമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ നാരദര് പറയുന്നു, ആ ദിവസം ഒന്നും അല്ല നല്ലതല്ലാത്ത ദിവസം. ഏത് ദിവസമാണ്? നമ്മൾ എപ്പോഴാണോ ഭഗവാന്റെ കഥ വർജിക്കുന്നത്, അതാണ് നല്ലതല്ലാത്ത ദിവസം, ദുർദിനം എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ എല്ലാ നിമിഷവും എന്താണ്, എല്ലാ ദിവസവും നല്ല ദിവസമാണ്. നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ എല്ലാ നിമിഷവും എല്ലാ ദിവസവും നല്ലതാണ്. പക്ഷെങ്കില് നമുക്ക് എന്തില്ല, സമയവും ഇല്ല അല്ലെ. നമ്മളെല്ലാവരും ഓരോ ഓട്ടപ്പാച്ചിലാണ്, പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഭക്തി ചെയ്യാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് നാമം ജപിക്കാനോ ഒന്നും പലപ്പോഴും സാധിക്കാറില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷോത്തമ മാസത്തില് മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം നമുക്ക് കിട്ടും. ഭക്തി ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസമാണ് പുരുഷോത്തമ മാസം. ഓക്കെ. ഇനി നമ്മള് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം എന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് നമ്മൾ ഭൗതിക ലോകത്ത് പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഒരു കർമ്മവും ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തകൾ പോലും എന്താണ്, ഒരു തരത്തിൽ നമ്മളുടെ കർമ്മമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിന് പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമ്മള് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കർമ്മങ്ങള് ഭഗവത്ഗീതയിൽ എന്ത് പറയുന്നുണ്ട്, 3 തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അകർമ്മം, വികർമ്മം, കർമ്മം. ഓക്കെ. അതിൽ വികർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വേദങ്ങളെ ധിക്കരിച്ചു കൊണ്ട് ചെയ്യുന്ന ബാഡ് കർമ്മങ്ങൾ, തെറ്റായ കർമ്മങ്ങളാണ് എന്ത് പറയുന്നത്, വികർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ വികർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് അതിന്റെ എന്താ പറയാ, തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ നമുക്ക് ഫലങ്ങൾ ലഭിക്കും. അപ്പൊ അതിങ്ങനെ ആ ഒരു ചക്രം പോലെ അതിന്റെ ഫലം അനുഭവിക്കും, പിന്നെയും ജനിക്കും, പിന്നെയും അനുഭവിക്കും, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, ശാസ്ത്രപ്രകാരം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും. അപ്പൊ അത് നമ്മൾ അനുഭവിച്ച് ഇങ്ങനെ ചക്രം പോലെ പോകും. അപ്പൊ ഈ രണ്ടിനും എന്തില്ല, ഒരവസാനം ഇല്ല. പക്ഷെ അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്, അകർമ്മം എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സർവീസ് ആണ്. അതായത് നമ്മൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ അവിടെ എന്തുണ്ട്, ആ ഒരു ചക്രത്തിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടും. അതിങ്ങനെ നേരെ പോകുന്ന ഒരു സംഭവം. അപ്പം അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിലും ശരി, ചീത്തതാണെങ്കിലും ശരി, അത് ആര് സ്വീകരിക്കും, ഭഗവാൻ സ്വീകരിക്കും. ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഡിവോഷണൽ സർവീസ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ ഒരു ജനന മരണ ചക്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പുറത്തേക്ക് വരാൻ പറ്റുക. അപ്പം ഇത്തരം ഡിവോഷണൽ എന്താ പറയാ സർവീസുകൾക്ക് അല്ലെങ്കിൽ കർമ്മത്തിന് പറ്റിയ സമയമാണ് തിഥി. ഏകാദശി, അതുപോലെ നമ്മളെ ദാമോദര മാസം, അതുപോലെ പുരുഷോത്തമ മാസം, ഇതൊക്കെ വളരെ വളരെ എന്താണ്, ഉത്തമമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ അധിക മാസം, ഞാൻ നേരത്തെ പറഞ്ഞു ഈ മാസത്തിന് അധിക മാസം, മലമാസം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് ഇത് പുരുഷോത്തമ മാസം എന്ന പേരിലോട്ട് വന്നത് നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് പല വേദങ്ങളും പറയുന്നുണ്ട്. പത്മപുരാണം, അതുപോലെ സ്കന്ദപുരാണത്തിലും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രീതിയിൽ കഥകളിലൂടെ ഒക്കെ ഈ ഒരു പുരുഷോത്തമ മാസത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ അതിൽ ഒരേ ഒരു കഥ മാത്രം ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന പോലെ.
അപ്പം ഈ നമ്മുടെ വേദങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ നദികളൊക്കെ ഉണ്ടാവൂലെ, ഗംഗ, യമുന, കാവേരി, അതിനൊക്കെ ഒരു ആളായിട്ടാണ്, ഒരു രൂപമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിരുന്നത്. ഗംഗാദേവി എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവർക്ക് ഒരു ആരാധന ആളും കൂടെ, ആരാധനാ ദേവൻ അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയാറില്ലേ ചൈത്രമാസം, വിശാഖ മാസം, അപ്പൊ ആ മാസത്തിന് ഒരാള്, ഒരു ദേവൻ, ഒരു ദേവി, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. അതായത് ഓരോ മാസത്തിനെ ഓരോരോ ദേവി അല്ലെങ്കിൽ ഒരാൾ, ഒരു രൂപമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ അധിക മാസത്തിന് പക്ഷെ എല്ലാരും എന്താണ്, ഒരു എക്സ്ട്രാ അധികമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ ആരും എന്ത് ചെയ്തില്ല, അതിനൊരു വില വെച്ചിരുന്നില്ല അധിക മാസത്തിന്. അപ്പം അധിക മാസത്തിന് മലമാസം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പം എല്ലാവർക്കും എന്തായിരുന്നു, അധിക മാസത്തിന് ഭയങ്കര വിഷമമായി. അങ്ങനെ വിഷമമായിട്ട് നാരായണനെ കണ്ടിട്ട് എന്ത് ചെയ്യാണ്, നാരായണനെ കണ്ടിട്ട് ഇങ്ങനെ കരയാണ്, എന്നെ ആരും വില വെക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യാ, എന്നെ അധിക മാസം, മലമാസം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നാരായണൻ എന്ത് ചെയ്തു എന്നറിയോ, അധിക മാസത്തിനെയും കൂട്ടി ഗോലോക വൃന്ദാവനത്തിലോട്ട് പോയി. അപ്പൊ ഗോലോക വൃന്ദാവനത്തിൽ പോയപ്പം ഈ നാരായണന്റെ പിന്നിലാണ് ആരിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്, അധിക മാസം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ അധിക മാസം ഇങ്ങനെ ഇങ്ങനെ ഏങ്ങുന്നുണ്ട്, പക്ഷെ ഭഗവാൻ അധിക മാസത്തിനെ കാണുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ ഏങ്ങുമ്പോ ഭഗവാൻ നോക്കുമ്പോ ഗോലോക വൃന്ദാവനത്തിൽ വന്നിട്ട് ആരാണ് ഇവിടെ കരയുന്നത്, അല്ലെ? ഗോലോക വൃന്ദാവനം എന്ന് പറഞ്ഞാൽ എന്താണ്, ശാശ്വതമായിട്ടുള്ള ആനന്ദമുള്ള സ്ഥലമാണ്. അവിടെ വന്നിട്ട് ആരാ ഈ ഏങ്ങുന്നത് എന്ന് നോക്കുമ്പോ അധിക മാസം പറയാണ്, ഞാൻ ഇങ്ങനെ അധിക മാസം എന്നാണ് എന്റെ പേര്, ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് അറിയില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ എല്ലാരും പരിഹസിക്കാണ്, എനിക്കൊരു നാഥനില്ല, അല്ലെ, എനിക്കൊരു ദേവനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയാണ്. അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ, എന്ത് ചെയ്തു ഭഗവാൻ, എന്താണ്, തന്നെ ആശ്രയിച്ചു വരുന്നവരുടെ രക്ഷകനാണ് അല്ലെ ഭഗവാൻ. ഭഗവാൻ ആരെയും കൈവിടില്ല. അപ്പൊ അങ്ങനെ വന്ന അധിക മാസത്തിനോട് ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ നിന്നെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, അധിക മാസത്തിനെ വിവാഹം ചെയ്തു. അങ്ങനെ എന്തായി, പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ വിവാഹം ചെയ്തതുകൊണ്ട് അധിക മാസം എന്തായി, പുരുഷോത്തമ മാസമായി. അപ്പൊ നമ്മളൊരു വലിയ, എന്താ പറയാ, പണക്കാരനായിട്ടുള്ള ആളെ കല്യാണം കഴിക്കുമ്പോ അയാളെ സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മളിലും വരുമല്ലോ. അതുപോലെ തന്നെ ഭഗവാനെ വിവാഹം കഴിച്ചതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു സദ്ഗുണങ്ങളും എല്ലാം തന്നെ ആർക്കും കിട്ടി, പുരുഷോത്തമ മാസത്തിനും കിട്ടി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ആരൊക്കെയാണോ നിന്റെ ഈ മാസത്തില് എന്റെ സർവീസ് ചെയ്യുന്നത്, അവർക്ക് ഞാൻ എന്ത് ചെയ്യും, അവരുടെ ഈ ജന്മം മാത്രമല്ല, എന്നിലേക്ക് വന്നു ചേരുമെന്ന് പറയണു. ദാമോദര മാസത്തിൽ നമ്മൾ എന്ത് കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലും അതിന് 1000 മടങ്ങ് എന്ത് കിട്ടും, ഫലം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ദാമോദര മാസത്തിൽ ചെയ്യുന്നതിനേക്കാളും 1000 കൂടെ ഫലം എവിടെ കിട്ടും നമുക്ക്, പുരുഷോത്തമ മാസത്തില് നമുക്ക് കിട്ടും. അപ്പൊ അത്രയും എന്താ പറയാ, വിശേഷപ്പെട്ടതാണ് ഈ ഒരു പുരുഷോത്തമ മാസം. ഇനി ഇതിന്റെ ഒരു എന്താ പറയാ, പ്രാധാന്യത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാൻ ഈ ഭാഗവതത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, കാമ്യവൻ എന്ന് പറയുന്ന ഒരു വനം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് പാണ്ഡവര് വനവാസത്തില് താമസിച്ചിരുന്നെന്നാ പറയപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു 3 വർഷം കൂടെ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ പോവാണ്, വനവാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാൻ പോവാണ്. അപ്പൊ ഭഗവാൻ അവരെ കാണാനായിട്ട് പോവാണ്. അപ്പോ ഇവരിങ്ങനെ, യുധിഷ്ഠിര മഹാരാജാവ് വിഷമത്തോടെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഭഗവാനെ, ഞങ്ങൾ അവിടുത്തെ നല്ല പോലെ സേവിച്ചിരുന്നില്ല, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ഗതി വന്നത് എന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുമ്പോ ഭഗവാൻ ഒരു കഥാരൂപത്തിൽ പറയുന്നുണ്ട്. അതായത് നൈമിഷാരണ്യത്തില് ഋഷിമാര് പറഞ്ഞു, അവിടെ നിന്നിട്ട് അവര് കേട്ടിട്ട് അതായത് നാരായണൻ നാരദരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഈ പുരുഷോത്തമ മാസത്തിന്റെ മഹത്വം പറയുന്നത്. അപ്പൊ എന്താ പറയുന്ന വെച്ചാല്, ഒരിക്കല്, അതായത് ദ്രൗപദിയുടെ മുൻ ജന്മത്തില് ദ്രൗപദി എന്ന് പറയുന്നത് മേധവി മുനിയുടെ ഒരു മകളായിരുന്നു. അപ്പൊ ഈ മേധവി മുനി എന്ത് ചെയ്യുന്ന വെച്ചാൽ മകളെ കല്യാണം ഒന്നും കഴിച്ചു കൊടുത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ബ്രാഹ്മണ പെൺകുട്ടി എന്ത് ചെയ്തു, ദുർവാസ മുനിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ദുർവാസ മുനിയുടെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ, എന്റെ പിതാവ് എന്നെ വിട്ടു പോയി, എനിക്ക് ആരും ആശ്രയമില്ല, എനിക്ക് ആങ്ങളും ആരും ഇല്ല എന്ന് പറയാണ്. അപ്പോ ദുർവാസ മുനി പറഞ്ഞു,
പുരുഷോത്തമ മാസം വരാൻ പോവാണ്, നീ ഒരു കാര്യം ചെയ്യൂ, നല്ല രീതിയിൽ വ്രതം അനുഷ്ഠിക്കൂ, നിനക്ക് എല്ലാ നന്മകളും വന്നു ചേരും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഈ ബ്രാഹ്മണ കുട്ടിക്ക് എന്ത് ചെയ്തു, ദേഷ്യം വരിക ചെയ്തത്. എന്താ ഈ പറയുന്നത്, നിങ്ങൾ എനിക്കെന്താ, ഞാൻ അത്ര പൊട്ടത്തിയൊന്നും അല്ല, അധിക മാസം എന്ന് പറഞ്ഞാല് എന്താന്ന് എനിക്കറിയാം, അത് മലമാസമാണ്, ഒരു നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുരുഷോത്തമ മാസത്തിന് എന്ത് ചെയ്തു, അധിക്ഷേപിച്ചു. അപ്പൊ അപ്പൊ ഈ ദുർവാസ മുനി പറയാണ്, നിന്റെ പിതാവ് എന്റെ മിത്രമാണ്, എന്നാൽ പോലും അതുകൊണ്ട് എനിക്ക് നിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ശപിക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കില് നീ ഇപ്പോൾ പറഞ്ഞതിനുള്ള ശിക്ഷ എന്താവും, നിനക്ക് തീർച്ചയായിട്ടും ലഭിക്കും. കാരണം പുരുഷോത്തമ മാസം എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് ദുർവാസ മുനി എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവാണ്. അങ്ങനെ ദുർവാസ മുനി പോയതിനു ശേഷം ഈ കുട്ടിയുടെ സൗന്ദര്യവും മൊത്തത്തിൽ എന്തായി, ഇല്ലാണ്ടായി പോയി. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അവസാനം ദുർവാസ മുനി പറഞ്ഞു, പിന്നീടാണ് എന്താ പറയുക, ദ്രൗപദി തപസ് ചെയ്യുന്നതും 5 പ്രാവശ്യം ഭർത്താക്കന്മാരെ വേണമെന്ന സന്തോഷത്തെ 5 പ്രാവശ്യം പറഞ്ഞിട്ട് അങ്ങനെ 5 ഭർത്താക്കന്മാരുടെ കിട്ടുമെന്ന ശിവന്റെ വരം കൊടുക്കുന്നതൊക്കെ. അപ്പൊ ഭഗവാൻ പറയുന്ന ഇതാണ്, അതായത് ദ്രൗപദി മുൻജന്മത്തില് പുരുഷോത്തമ മാസത്തിനെ എന്താക്കിയത് കൊണ്ട്, പരിഹസിച്ചത് കൊണ്ടാണ് ആ എന്താ പറയാ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് വന്നത്, അത്രയും കഷ്ടതകള്, അവര് അത്രയും നല്ല ആൾക്കാരായിരുന്നിട്ട് കൂടെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നത്. അപ്പം ഭഗവാൻ സ്വയം പറയുന്ന കാര്യമാണിത്. അപ്പം പുരുഷോത്തമ മാസത്തിന് ഭഗവാൻ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പുരുഷോത്തമ മാസത്തിൽ നമ്മൾ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മനസ്സിലായി, ഭഗവാൻ അത്രയും എന്താ പറയാ ഇഷ്ടമുള്ള മാസമാണ് പുരുഷോത്തമ മാസം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുക, അല്ലെ? ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ അതിന് ഈ ഒരു മാസം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ, നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, അതുപോലെ വൈഷ്ണവ സേവ ചെയ്യുക. അപ്പം ആ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, അതുപോലെ നമുക്ക് ചാരിറ്റി, നമ്മൾ സാധാരണ പറയും ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഭക്ഷണം എന്താ പറയാ, ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെങ്കില് നമ്മളിപ്പോ വിശക്കുന്ന ഒരാൾക്ക് കുറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാല് ആ ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് വീണ്ടും വിശക്കും, അല്ലെ? അയാൾക്ക് നമുക്ക് എപ്പോഴും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ വസ്ത്രം ഇല്ലാത്തവർക്ക് നമുക്ക് എപ്പോഴും എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വസ്ത്രം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഒരാൾക്ക്, ഒരു ജീവന് നമ്മൾ എന്ത് ചെയ്യാ, ഭഗവാന്റെ നാമം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കൂ, ഈ ഒരു മാസം വളരെ നല്ലതാണ്, നിങ്ങളൊന്ന് ജപിക്കൂ എന്ന് പറഞ്ഞിട്ട് 1 പ്രാവശ്യം അല്ലെങ്കിൽ 1 മാലയെങ്കിലും നമ്മൾ ജപിക്കാൻ അവരെ നമ്മൾ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, അതിനേക്കാളും വലിയൊരു നന്മ ആ ഒരു ജീവന് വേണ്ടി നമുക്ക് ചെയ്യാനില്ല. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് നാമജപം പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഭഗവാന്റെ കഥകൾ പറയുക, നമ്മൾ ആരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഭഗവാന്റെ കഥകൾ പറയാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ ഒരു മാസത്തില്. പിന്നെ നാമജപം നമ്മളിപ്പോ എന്താ പറയാ, എത്ര മാലയാണ് ചെയ്യുന്നത്, അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഭഗവാന്റെ എന്താ പറയാ, ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നാമജപം കൂട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അത് കൂട്ടാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ ശ്രദ്ധയോടെ, അല്ലെങ്കിൽ എന്താ പറയാ, എങ്ങനെയെങ്കിലും ജപിച്ച് തീർക്കാതെ കുറച്ചും കൂടെ എന്താ പറയാ സമാധാനത്തിൽ ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ പറയുന്നത് ഭഗവത്ഗീതയിലുള്ള പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന ആ ഒരു അധ്യായം നമ്മൾ വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ഭാഗവതം വായിക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഭക്തിയുത സേവനത്തിൽ എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പുരുഷോത്തമ മാസത്തിൽ നമുക്ക് ചെയ്യണം. പിന്നെ പ്രധാന പ്രാർത്ഥനകൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ചൗരാഷ്ടകം നമ്മൾ പാടുന്നുണ്ട്. പിന്നെ നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു മാസം. അത് ചൗരാഷ്ടകം പാടിക്കൊണ്ട് ചെയ്യാം. ചൗരാഷ്ടകം പാടുമ്പോ അതിന്റെ വിവർത്തനം വായിച്ചിട്ട് അതിന്റെ ഒരു വിവർത്തനം ഉൾക്കൊണ്ട് പാടുകയാണെങ്കിൽ, അല്ലെ, ഭഗവാൻ ചിത്തചോരനാണ്, അല്ലെ? ഭഗവാൻ ഗോപികമാരുടെ വെണ്ണ മോഷ്ടിച്ചത് എന്തുകൊണ്ടാണ്, അവരുടെ ഹൃദയം അറിയുന്നതുകൊണ്ടാണ്. എല്ലാവരുടെ വെണ്ണയൊന്നും ഭഗവാൻ മോഷ്ടിക്കില്ല, അല്ലെ? അപ്പൊ ആ ഒരു ചിത്തചോരനായിട്ടുള്ള ഭഗവാന്റെ, യഥാർത്ഥ ചോരനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ചൗരാഷ്ടകം എന്ന് പറയുന്നത് കീർത്തനം പാടുമ്പോ ഭഗവാനോട് നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്, എന്റെ ഹൃദയത്തിന് ആ ഒരു ശുദ്ധി തരണേ ഭഗവാനെ,
നീ വന്ന് കവരാനുള്ള എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. നമ്മൾ ചൗരാഷ്ട്രത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ? എന്റെ ദുഃഖങ്ങളാകുന്ന ആലയമാണ്. നമ്മൾ ദുഃഖങ്ങൾ നിറഞ്ഞ നമ്മുടെ ഹൃദയത്തില് ഞാൻ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. നിനക്ക് എവിടുന്നും പോകാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ഭഗവാനോട് പറയാണ്. നമ്മളെ ഉള്ളിൽ വേറെ ഒന്നുമില്ല അല്ലെ? ഒരുപാട് ദുഃഖങ്ങളും കഷ്ടങ്ങളും ഇതൊക്കെയാണ് ഉള്ളത്. അപ്പം അതൊക്കെ ആയിക്കോട്ടെ, ആ ദുഃഖങ്ങൾ നിറഞ്ഞ ആലയത്തിലാണെങ്കിലും നമ്മൾ ഭഗവാനോട് സ്നേഹത്തോടെ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ വരും. അപ്പൊ ആ ഒരു വിശ്വാസത്തോട് നമ്മള് ഭഗവാന് ആ ഒരു കീർത്തനം നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. പിന്നെ നമ്മള് ഭക്തിവിനോദ ഠാക്കൂറിന്റെ ഒരു കീർത്തനമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കീർത്തനാണ്. അതില് പറയുന്നുണ്ട്, സുഖേ ഠാക്കോ ദുഃഖേ ഠാക്കോ ബോൽ ഹരി ബോൽ, ബോൽ ഹരി ബോൽ, ബോൽ ഹരി ബോൽ, ബോൽ ഹരി ബോൽ, संपदे विपते बोलो, बोल हरि बोल, बोल हरि बोल, बोल हरि बोल, ബോൽ ഹരി ബോൽ. സുഖേതാക്കോ ദുഃഖേതാക്കോ, അതായത് സുഖമാണെങ്കിലും ദുഃഖാണെങ്കിലും എന്ത് പറയാ? ഹരിബോൽ ഹരിബോൽ, ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. ഇനി സമ്പത്തിയാണോ അല്ലെങ്കിൽ സന്തോഷാണോ വിപത്തിയാണോ എന്താണെങ്കിലും എന്ത് ചെയ്യാ? ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോവാ. അതാണ് ഭക്തന്മാരുടെ ഒരു എന്താ പറയാ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയണത് അല്ലെ? ഭക്തന്മാർ അങ്ങനെ ആയിരിക്കണം. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എവിടത്തേക്ക് ഓടിപ്പോണം? ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോണം. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നാമജപം ആയിക്കോട്ടെ. അപ്പൊ നാമജപത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഈ ഒരു അരമണിക്കൂർ കൊണ്ട് ഒന്നും തീരില്ല. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ദിവസം വേണമെങ്കിൽ പറയാം. എങ്ങനെ നല്ല എന്താ പറയാ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നാമം ജപിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ തുളസി സേവ നമ്മൾ ചെയ്യുന്ന തുളസി ആരതി അതൊക്കെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യാം. കൂടുതൽ കൂടുതൽ തുളസികൾ നമ്മൾ വച്ച് പിടിപ്പിക്കാം. ഇപ്പൊ വേനൽക്കാലൊക്കെ ആണെങ്കിൽ തുളസിനെ നല്ല രീതിയിൽ പരിപാലിക്കുന്നത് ഭഗവാന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വൈഷ്ണവ സേവ, ആരെയും നിന്ദിക്കാതിരിക്കുക. പിന്നെ പ്രസാദം വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ആരെങ്കിലും വരുത്തിയിട്ട് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മള് സെന്റർ ഇപ്പം എവിടൊക്കെയാണോ സത്സംഗം നടക്കുന്നത് അത് വളരെ പ്രധാനമാണ്. എവിടൊക്കെയാണോ സത്സംഗം നടക്കുന്നത് അവിടൊക്കെ പോയിട്ട് നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുക. അത് വലിയൊരു കാര്യമാണ്. ഇപ്പം പുരുഷോത്തമ മാസം ആയതുകൊണ്ട് തന്നെ പലരും ഓൺലൈനിലൊക്കെ ഒരുപാട് സത്സംഗങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടൊക്കെ പോയിട്ട് നമ്മൾ സത്സംഗങ്ങൾ കേൾക്കുമ്പോ നമ്മൾ എപ്പോഴും അതായത് ചിന്തകൾ കൊണ്ടും എന്താ പറയാ വാക്കുകൾ കൊണ്ടും മൊത്തത്തിൽ നമ്മൾ ഭഗവാൻ എങ്ങനെ എന്താ പറയാ ഭഗവാനെ ഉള്ളിലേക്ക് നിറയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ജന്മം തന്നെ എന്താവും? സാഫല്യത്തിലാവും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം. അതായത് ചൗരാഷ്ടകം നമുക്കറിയാം. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചൗരാഷ്ടകത്തിന്റെ രണ്ട് വരികൾ നമ്മൾ നോക്കിയിട്ട് അതിന്റെ മീനിങ്ങും കൂടെ നമുക്ക് വായിക്കുന്ന പോലെ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ 2 ശ്ലോകങ്ങൾ പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളില്. അതൊന്ന് ഞാൻ ജസ്റ്റ് വായിക്കാം. ഗോവർധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. ഇതൊന്നാണ്. ഇത് നമുക്ക് ഈ പുരുഷോത്തമ മാസത്തില് വളരെ നല്ലതാണ്. എപ്പോഴൊക്കെ നമുക്ക് പറ്റുന്നു അപ്പോഴൊക്കെ നമുക്കിത് ഭഗവാന് വേണ്ടിയിട്ട് പാടാൻ പറ്റും. പിന്നെ അടുത്തത് വന്ദേ നവഘനശ്യാമ ദിവിജം മുരളീധരം പീതാംബരധരം ദേവം സാദരം പുരുഷോത്തമം. ഈ 2 ശ്ലോകങ്ങളാണ് പറയുന്നത്. ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ 2 ശ്ലോകങ്ങൾ നമുക്ക് എപ്പോഴൊക്കെയാണോ പറ്റുക ആ സമയത്തൊക്കെ നമുക്ക് പാടാം. അതുപോലെ തന്നെ ചൗരാഷ്ടകം രാവിലെയും സന്ധ്യയ്ക്കും ഒക്കെ പറ്റുവാണെങ്കിൽ അത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി പാടുമ്പോ അതിനുള്ള ഒരു എന്താ പറയാ അതിന്റെ ഒരു ഫീല് വേറെ തന്നെയായിരിക്കും. വെറുതെ അങ്ങ് പാടി ഇടാതെ അത് മനസ്സിലാക്കി നമ്മൾ പാടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ നമ്മള് എന്താ പറയാ ഈ ഒരു അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്? പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന ആ ഒരു ഭഗവത്ഗീതയുടെ അധ്യായം നമ്മൾ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതില് പറ്റുന്ന
കൂടുതൽ ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ മാസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഒരാൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ, അല്ലെ? നമ്മൾ രക്ഷപ്പെടുമോന്ന് അറിയില്ല, ആർക്കാണ് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക നമുക്കറിയില്ല. അപ്പം ഒരാളോടെങ്കിലും നാമജപത്തിനെ കുറിച്ച് പറയാ, നാമം ജപിക്കാൻ പറയാ. അവര് അവര് വരട്ടെ, അവര് നമ്മളെ എന്താ പറയാ, ആരെയും അങ്ങനെ ഒരുപാട് നിർബന്ധിക്കൊന്നും വേണ്ട. പക്ഷെ നാമം ജപിക്കുമ്പോ അവര് പോലും അറിയാതെ ഒരുപാട് ഗുണം അവരിലേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാരിലേക്ക് നമ്മൾ ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു സമയം നമുക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ സത്സംഗം ഗ്രൂപ്പിൽ നമുക്ക് ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പുരുഷോത്തമ മാസം എന്താണ് എന്ന് പറഞ്ഞത്. വളരെ സ്പീഡായി പോയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെങ്കില് ഞാൻ പറഞ്ഞതൊന്ന് ചുരുക്കിയിട്ടൊന്ന് പറയാം. അതായത് പുരുഷോത്തമ മാസം എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രന്റെയും സൂര്യന്റെയും കലണ്ടർ പ്രകാരം വരുന്ന അധിക മാസങ്ങൾ, അതായത് അധിക ദിവസങ്ങൾ വരുന്നുണ്ട്. കാരണം ചന്ദ്രന്റെ ചലനവും സൂര്യന്റെ ചലനവും എന്താണ്? വ്യത്യാസമാണ്. അപ്പൊ ആ വ്യത്യാസം കണക്കിലെടുത്ത് നോക്കുവാണെങ്കിൽ ഒരു വർഷത്തിൽ 11 ദിവസമാണ് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3 വർഷത്തിൽ ഒരു മാസം എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്, അതായത് കൂടുതലായിട്ട് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ കലണ്ടറിനെ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന മാസത്തിനെയാണ് നമ്മൾ അധിക മാസം അല്ലെങ്കിൽ മലമാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെങ്ങനെ പുരുഷോത്തമ മാസമായി എന്ന് പറഞ്ഞത്, ഭഗവാൻ അധിക മാസത്തിന്റെ വിഷമം കാരണം, അതായത് സങ്കടം കാരണം ഭഗവാനെ സമീപിക്കുകയുണ്ടായി. അങ്ങനെ ഭഗവാൻ ഈ അധിക മാസത്തിന് വിവാഹം കഴിക്കുകയും പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ വിവാഹം കഴിച്ചുകൊണ്ട് അധിക മാസം എന്തായി? പുരുഷോത്തമ മാസമായിട്ട് മാറി. അപ്പം ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട മാറുകയും അതുപോലെ തന്നെ ഈ മാസം ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ഫലം ഭഗവാൻ തരും എന്ന് പറയുന്നു. അപ്പം അവര് എന്നിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക. അതുപോലെ നാമജപത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധയോടെ നാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് നാമജപം പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള്. പിന്നെ കുറച്ച് സമയമുണ്ട്. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ സജഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. മാതാജി അത് എഴുതിയെടുത്തിട്ടില്ല. ഗോവർദ്ധനം ധരം വന്ദേ അത് ഞാൻ ഗോപാലം. ഗ്രൂപ്പിലിടാം മാതാജി, ഹരേ കൃഷ്ണ ഗ്രൂപ്പിലിടാം. ആ രണ്ടും ഗ്രൂപ്പിലിടാം. കൃഷ്ണ. അതിന്റെ മീനിങ് കൂടെ നമുക്ക് വേറൊരു ദിവസം പറ്റുവാണെങ്കിൽ ചർച്ച ചെയ്യാം. ഗോവർദ്ധന തരം വന്ദേ ഗോപാലം ഗോപരൂപിണം, അത് നമുക്ക് വേണേൽ ചർച്ച ചെയ്യാം. വേറെ ഇതില് പറഞ്ഞതില് വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, പറയൂ മാതാജി. നമ്മള് ജപിക്കുമ്പോൾ ഹൃദയത്തിന് ശുദ്ധി തരണേന്നും പിന്നെ രണ്ടാമത്തെ എന്തോന്ന് പറഞ്ഞ നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പറഞ്ഞു. ശരിക്കും നമ്മൾ നാമം ജപിക്കുന്നത് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ ആ സമയത്തും. നമ്മളിപ്പോ ചില സമയത്ത് നമ്മൾ എന്താവും, പ്രശ്നം വരുമ്പോ നമ്മൾ ഭഗവാൻ അങ്ങോട്ട് വിട്ടുപോകും. ചിലപ്പോ നമുക്ക് ഒരു ഇത് കിട്ടൂല. അപ്പൊ എന്ത് വന്നാലും ഭഗവാനെ വിട്ടുപോകരുത്. അതായിരിക്കും നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം. അതായിരിക്കണം. എനിക്ക് ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ ഭഗവാനെ വിട്ടിട്ട് എവിടെയും പോവില്ല. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ നിൽക്കുന്നവർക്ക് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല, ഭഗവാനെ വിട്ടു പോവില്ല. ഹരേ കൃഷ്ണ. പിന്നെ പ്രാർത്ഥന പല രീതിയിൽ. പറയൂ മാതാജി. ദ്രൗപദി ഇത് ശാപം പോലെ കിട്ടിയില്ലേനോ മഹർഷി പോയപ്പോ? അപ്പം അവിടന്ന് കഥേന്റെ കുറച്ചും കൂടെ ഒന്ന് തട്ടിത്തരോ? അതായത് ദ്രൗപദി, അതായത് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടതകൾ വരുന്നെന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറയുന്നത്, ദ്രൗപദിയുടെ മുൻജന്മത്തില് മേധവി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മകളായിരുന്നു. മേധവി മുനിയുടെ മകളായിരുന്നു ദ്രൗപദി. അപ്പൊ ദ്രൗപദി എന്ത് ചെയ്തു? അതായത് ഈ മേധവി മുനിക്ക് മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു പോവാണ്. അങ്ങനെ അദ്ദേഹം പോയതിനു ശേഷം ഈ ബ്രാഹ്മണക്കുട്ടി ആരുടെ അടുത്ത് പോവാണ്?
ദുർവാസ മുനിന്റെ അടുത്ത് പോവാണ്. എന്നെ ആരും ഇങ്ങനെ കല്യാണം ഒന്നും കഴിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കാണെങ്കിൽ ആങ്ങളമാരൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പം ദുർവാസ മുനി പറയാണ്, ഒരു കാര്യം ചെയ്യും, ഇപ്പൊ അടുത്ത് തന്നെ എന്ത് വരുന്നുണ്ട്, പുരുഷോത്തമ മാസം വരുന്നുണ്ട്, നീ നല്ല രീതിയിൽ അത് ആചരിക്കുവാണെങ്കിൽ നിനക്ക് എല്ലാ നന്മകളും വന്നു ചേരും എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഈ ഈ ഈ കുട്ടി, ബ്രാഹ്മണ കുട്ടി എന്ത് ചെയ്തു, അയ്യേ എന്താ നിങ്ങൾ പറയുന്നത്, ഈ അധിക മാസം എന്ന് പറയുന്നത് നല്ല മാസം എങ്ങനെയാ ആവുന്നത്, അത് ചീത്ത മാസമല്ലേ, എനിക്കിതൊക്കെ അറിയാം, എനിക്കിതൊന്നും അറിയില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഷൗട്ട് ചെയ്യാണ്. ആരുടെ അടുത്ത്? ദുർവാസ മുനിന്റെ അടുത്ത്. അപ്പൊ ദുർവാസ മുനി പറഞ്ഞു, ക്ഷമയോടെ തന്നെ പറഞ്ഞു, എനിക്ക് നിന്നെ ശപിക്കാൻ പറ്റത്തില്ല, കാരണം നിന്റെ അച്ഛൻ എന്റെ സുഹൃത്താണ്, പക്ഷെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞതിനുള്ള ഇത് നിനക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ദുർവാസ മുനി പോയതിനു ശേഷം ഈ കുട്ടി എന്താണ്, സൗന്ദര്യമൊക്കെ പോയി ആകെ വിരൂപയൊക്കെ ആയിട്ട് മാറുകയാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടി ശിവന്റെ അടുത്ത് പോയിട്ട് തപസ് ചെയ്യുന്നത്. പിന്നെ നല്ല ഭർത്താക്കന്മാരെ വേണം എന്ന് പറഞ്ഞാൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട സന്തോഷത്തില് 5 പ്രാവശ്യം നല്ല ഭർത്താവിന് വേണം, നല്ല ഭർത്താവിന് വേണം, അങ്ങനെ 5 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് അങ്ങനെ 5 ഭർത്താക്കന്മാര് വരും എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു, അയ്യോ എന്തൊരു അവസ്ഥയാണ് ഇത്, എന്നെല്ലാരും കളിയാക്കൂലേ എന്നൊക്കെ ചോദിച്ചപ്പോ, ഇല്ല, നിനക്ക് നല്ലതേ വരുള്ളൂ, അവര് നല്ല ഭർത്താക്കന്മാരായിരിക്കും, ഭഗവാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു വരം കൂടെ ശിവൻ കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു വാക്ക് കൊണ്ടാണ് അവര് ഭർത്താക്കന്മാർ അത്രയും എന്താ പറയാ കഷ്ടതകൾ അനുഭവിച്ചെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ പുരുഷോത്തമ മാസത്തിൽ നമ്മള് തെറ്റുകൾ ചെയ്യാൻ പാടില്ല. അതാണ് ഒരു ഒരു എന്താ പറയാ ഒരു സന്ദേശം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പുരുഷോത്തമ മാസത്തിൽ നമ്മൾ നിന്ദിക്കാൻ പാടില്ല, വന്ദിച്ചിട്ടില്ലെങ്കിലും. അതായത് ആരെങ്കിലും പറയാണ് ഇതൊക്കെ വെറുതെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പണി കിട്ടും എന്നാണ് ഒരു ഇത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ശ്രദ്ധയോടും ഭക്തിയോടും ചെയ്യണം. നിന്ദിക്കാൻ പാടില്ല, വൈഷ്ണവ നിന്ദ ഒരിക്കലും പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പം ചൗരാഷ്ടകം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഞാൻ ഇന്നെന്തായാലും ഒരു നോക്കാം നമുക്ക്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. നാളെ ഇനിയിപ്പോ ഇതിന്റെ ഇത് പറയണോ, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലേക്ക് കടക്കണോ എന്നൊരു സജഷൻ കൂടെ ആരെങ്കിലും എല്ലാരും കൂടെ ആലോചിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ നമ്മള് ഓരോ ദിവസം ഓരോ ശ്ലോകമായിട്ട് എടുക്കണോ, അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസിന് കൂടുതലായിട്ട് അതിനെ പറ്റി പല കഥകളും ഉണ്ട് പുരാണങ്ങളിൽ പറയണത്, അത് പറയണോ എന്നുള്ളത് പറയുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ചൗരാഷ്ടകം ഒന്ന് വേണമെങ്കിൽ പാടാം. എല്ലാരും മ്യൂട്ട് ചെയ്തിട്ട് കൂടെ ഒന്ന് പാടണേ. മിനിറ്റ്. അതിന്റെ മീനിങ് വൈസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാവേ. ഓരോ വരി